രണ്ടുപേരും ആരോഗ്യമുള്ള സമയത്ത്, അധ്വാനിച്ചു കൊടുത്ത സമയത്ത് അവരാരംഭിച്ച ആ വിവാഹഗതിയും ആ വെറുപ്പും ആ പ്രതികാര ചിന്തയും രണ്ടുപേരും വാർദ്ധക്യത്തിലേക്ക് കടന്നു വരികയും അതിലൊരു വ്യക്തിയെ വാർദ്ധക്യമെന്ന് രോഗാവസ്ഥയില് മരണാവസ്ഥയിൽ കഴിയുന്ന അവസ്ഥ. ഈ സമയം വെറുതെ കഴിയുന്ന മറ്റു സഹോദരനോട് എല്ലാവരും പറഞ്ഞു, വ്യക്തികൾ പറഞ്ഞു, ഇടവേലി വിചാരിച്ചതൊക്കെ പറഞ്ഞു, നീ ആ വ്യക്തിക്ക് ഇനി അധികം നാളില്ല, ഒന്നുപോയി സംസാരിക്കണം, ഈ വെറുപ്പ് അവസാനിപ്പിക്കണം. സ്വന്തം സഹോദരൻ, നീ 20 വർഷങ്ങളായി തന്നെ വെറുതെ കഴിയുകയാണെങ്കിലും നീ ആ വ്യക്തി മരിക്കാൻ കിടക്കുമ്പോൾ ഒന്നടുത്ത് ചെല്ലണം, ആ വ്യക്തിനെ ആശ്വസിപ്പിക്കണം, ആ വ്യക്തിയോട് പ്രാർത്ഥിക്കണം, ആ വ്യക്തിയോട് ക്ഷമ ചോദിക്കണം, ആ വ്യക്തിക്ക് മാപ്പ് കൊടുക്കണം. ഇതൊക്കെ മറ്റു വ്യക്തികൾ പറഞ്ഞു തരുമ്പോൾ ഈ സഹോദരൻ അതിൽ മുഖം തിരിച്ചു പോയി. സ്വന്തം കൂടുമ്പോൾ മരിക്കാൻ കിടക്കുമ്പോൾ പോലും ഒന്ന് കയറി ചെല്ലാനോ കാണാനോ ആ വ്യക്തി മനസ്സുവെച്ചു. ഇങ്ങനെ നമ്മുടെ ഹൃദയം കഠിനമാകുമ്പോൾ, ഇങ്ങനെയുള്ള കഠിനമായി തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ അറിയണം പ്രിയമുള്ള ദൈവം നമ്മിൽ നിന്ന് പടിയിറങ്ങി പോകുകയും ഈ ദൈവം നമ്മിൽ നിന്ന് പടിയിറങ്ങി പോയാൽ പിന്നെ പിശാചാണ് ആ വ്യക്തിയിലേക്ക് പ്രവേശിക്കുക. പിന്നെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഒന്നും പിശാച് നൽകില്ല. പിശാച് സാധാരണ ഒരു വ്യക്തിയിലേക്ക് വരുന്നത് ഒരു വ്യക്തിയെ നശിപ്പിക്കാനും തകർക്കാനും വേണ്ടി, തിരിച്ചറിവിന് വേണ്ടി കരവയ്യെത്തുന്നു പറഞ്ഞേ ഹല്ലേലൂയ. സ്വന്തം സഹോദരൻ മരിക്കാൻ കിടക്കുമ്പോൾ വർഷങ്ങളായി വെറുപ്പ് അവസാനിപ്പിക്കാനോ കയറി ചെല്ലാനോ സംസാരിക്കാനോ ഒന്ന് ക്ഷമ ചോദിക്കാനോ ഒന്ന് മാപ്പ് പറയാനോ ജീവിതത്തിൽ മനസ്സ് വെച്ചില്ല. ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ ആ സഹോദരൻ മരിച്ചു. ഈ വ്യക്തിക്ക് ഒരിക്കലും ആ വ്യക്തിയോട് ക്ഷമ ചോദിക്കാനോ മാപ്പ് ചോദിക്കാനോ അവസരമില്ല. ചില വെറുപ്പും ചില പ്രതികാരവും നമ്മൾ ജീവിതത്തിൽ കൊണ്ടുനടക്കുമ്പോൾ ഈ വെറുപ്പിന് പ്രതികാരത്തിന് ഒരു അവസാനം ഉണ്ടാകണം പ്രിയമുള്ളവരെ. ഈ ശ്രീയുടെ പുസ്തകം 1-ാം അധ്യായം 16-ാം വചനത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നു, നിങ്ങളുടെ അകൃത്യങ്ങൾ അവസാനിപ്പിക്കും, നിങ്ങളുടെ തിന്മകൾ അവസാനിപ്പിക്കും, ഈ സമയം ചെയ്തുകൊണ്ടിരിക്കുന്ന പാപമേഖലയെ ഒന്ന് ഉപേക്ഷിക്കുവിൻ, അവസാനിപ്പിക്കണം, അവസാനിപ്പിക്കുന്ന ദൈവമേ തീരുമാനമെടുത്ത് കരവീയത്തി സ്വരവീതെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇതുകൊണ്ട് ഈ പാപം അവസാനിപ്പിക്കുന്ന ദൈവം പറയുക, ഇന്നുകൂടെ ഈ പാപത്തെ വെറുത്ത് ഉപേക്ഷിക്കാൻ പറയുക, ഇന്നുകൂടെ ഈ പാപത്തെ പരിധിക്കാൻ ദൈവമായ കർത്താവ് പറയുക. ഈ പാപം നമുക്ക് ഭാരമേറിയ ഒരു ചുമട. എത്ര ദൈവമകൾ തിരിച്ചറിയുന്നു ഈ വലിയ സത്യം. പാപം നമുക്ക് ഭാരമേറിയ ഒരു ചുമടാണ്. ഈ പാപം ഒരു വ്യക്തിയിലേക്ക് പ്രവേശിക്കുമ്പോൾ, പാപം ഒരു കുടുംബത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, പാപം ഒരു സമൂഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, പാപം പ്രവേശിച്ച വ്യക്തിക്ക്, പാപത്തിൽ കഴിയുന്ന കുടുംബത്തിന്, പാപം പ്രവേശിച്ച സമൂഹത്തിന് അത് എപ്പോഴും ഭാരമായിട്ട് പോവുക. പാപം ഒരു ഭാരമാണ്. ഒരു നോമ്പിന്റെ ഈ ധ്യാനത്തിൽ പങ്കെടുത്ത് ചേർത്ത് പ്രാർത്ഥിക്കുമ്പോൾ, ഈ 2-ാം ദിനം പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ പാപം ഒരു ഭാരമാണ്, തിരിച്ചറിവ് തരണമേ, ഈ പാപത്തേറ്റ് പറഞ്ഞ് ഉപേക്ഷിക്കുന്ന ദൈവമേ ഉറച്ച തീരുമാനം എടുക്കാൻ നമുക്ക് സാധിക്കണം. ഹല്ലേലൂയ. ചേർത്ത് പറയാം ഹല്ലേലൂയ. പാപം ഭാരമാണ് എന്ന് വചനം എവിടെ പറയുക? 38-ാമത്തെ സങ്കീർത്തന 4-ാം വചനത്തെ ഓർത്ത് കരമുയർത്തി സ്വരവേതെന്ന് പറയാമോ? ഹല്ലേലൂയ. 37-ാം സങ്കീർത്തന 4-ാമത്തെ വചനം ഇപ്രകാരം പറയുന്നു, എന്റെ അകൃത്യങ്ങൾ എന്റെ തലയ്ക്ക് മുകളിൽ ഉയർന്നു വന്നിരിക്കുക. ഉദിയുമേ എന്റെ പാപമേഖല നീ ഞാനാകുന്ന എന്റെ ശിരസിന് മുകളില് ഉയർന്നു വന്നിരിക്കുന്നു. അത് കഴിഞ്ഞ് വചനം പറയാതിരിക്കെ താങ്ങാനാവാത്ത ചുമടായിരിക്കുന്നു. കുമ്പസാരം വേണ്ട എന്ന് പറയുമ്പോൾ, ഈ കുമ്പസാരത്തെ നേടിക്കൊണ്ടു പോകുമ്പോൾ ദൈവത്തിൽ എത്ര മകനും തിരിച്ചറിയുന്നുണ്ട്, എത്ര വ്യക്തി തിരിച്ചറിയുന്നുണ്ട് ഈ വലിയ സത്യം. പാവം താങ്ങാനാവാത്ത ഭാര്യ ഈ മതിനെ തകരാൻ ഒന്ന് കരവീയത്തെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കുമ്പസാരത്തെ കുദാശയിലൂടെ ഈ താങ്ങാനാവാത്ത പാപത്തിന്റെ ഭാരം ഒന്നിറക്കി വെക്കുമ്പോൾ, ഈ പാവം ഏറ്റു പറയുമ്പോൾ, ഈ പാവം വരുത്തി വെച്ച എല്ലാ ഭാരവും ജീവിത മേഖലയിൽ നിന്ന് പടിയിറങ്ങി പോവുകയാണ്. ഇന്ന് ഉറച്ച തീരുമാനം എടുക്കാൻ സാധിക്കും. ദൈവമേ ഈ വർഷത്തെ ഉയർപ്പ് തിരുനാളിന് വേണ്ടി ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയം, ഈ ധ്യാന ശുശ്രൂഷ ഞാൻ ആയിരിക്കുന്ന സമയം, ഞാൻ എടുക്കുന്ന ഏറ്റവും വലിയ തീരുമാനം ദൈവമേ ഉടൻ തന്നെ നൽകുന്ന സാധനം നടത്തുന്നത്. ഞാൻ എന്റെ നാമത്തോടെ പാവം ഏറ്റു പറയുന്നത്, ഈ പാവത്തെ നിന്നേക്ക് മഞ്ഞു ഉപേക്ഷിക്കുന്നത്. ഈ തീരുമാനം എടുത്തുകൊണ്ട് ഈ സമയം ശാന്തമായി നമുക്ക് നിമിഷം എഴുന്നേൽപ്പിക്കുക.